എടാ നീ എന്താ വിളിച്ചെടുക്കാത്തെ? ഓ, മെസ്സേജസ് ഒക്കെ കണ്ടു. എന്താ പിന്നെ റിപ്ലൈ ചെയ്യാത്തെ? എന്താ പറ്റിയ നിനക്ക്? എന്താണേലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് തുറന്ന് പറയും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കേ, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ചിന്തിക്കുക. ഒരുപാട് സംസാരിച്ചിരുന്ന് തൻ്റെ പ്രിയപ്പെട്ടവരോട് മിണ്ടാൻ തോന്നാത്ത അല്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്ത വിധം ഡിപ്രഷൻ അയാളിൽ വേരുറപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇഫ് ദാറ്റ് സ്റ്റേറ്റ് കണ്ടിന്യൂസ്, ഇറ്റ്സ് ടു ഡേഞ്ചറസ്. പക്ഷേ ചിലവർ അങ്ങനൊരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദേ മൈ ബി ഇൻ എ സെൽഫ് ഹീലിംഗ് സ്റ്റേറ്റ്. എന്ത് തന്നെ ആണെങ്കിലും ചിലപ്പോൾ അവർ സ്വയമേ ഒന്നും പറയാതെ മിണ്ടാതെ ചില കാര്യങ്ങൾ ദേ ആർ ലെറ്റിംഗ് ദെംസെൽഫ് ടു ഹീൽ. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും നെവർ ലീവ് എനി വൺ വിതൗട്ട് നോയിങ് ദ എക്സാക്ട് റീസൺ ഓർ ദിയർ കണ്ടീഷൻ. ഗിവ് ദം ടൈം ആൻഡ് ഡു സപ്പോർട്ട്. ബിക്കോസ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളെ ഒറ്റപ്പെടുത്താതിരിക്കലാണ് നമ്മൾ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ആൻഡ് ഹെൽപ്ഫുൾ കാര്യം. ആൻഡ് റിമെമ്പർ വൺ തിങ്, ദിവസം അത് മുഴുവൻ ഒരുപോലെയല്ല. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ക്ഷമിക്കുകയും വേണം. May God bless us all. Everything's gonna be okay. Keep smiling.